ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലേണിനോ. അപ്പോൾ നമ്മൾക്ക് വരാൻ പോകുന്ന RRB JEE CBT 2 എല്ലാവരും പഠിച്ചു കണ്ടിരിക്കുകയായിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് AC ഫണ്ടമെൻ്റൽ റിലേറ്റഡ് ആയിട്ട് കുറച്ച് MCQs ആണ്. So question number 1, in the circuit shown below, the voltage function is V of t equal to 150 sin omega t. അപ്പോൾ താഴെ ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട് അല്ലേ, കാണുന്നുണ്ടല്ലോ. ആ സർക്യൂട്ടിനകത്ത് എന്താണ് തന്നിട്ടുള്ളത്? വി ഓഫ് ടി തന്നിട്ടുണ്ട് അല്ലേ. വി ഓഫ് ടി എന്ന് പറയുന്നത് എത്രയാണ് നോക്കിയേ. വി ഓഫ് ടി ഈക്വൽ ടു 150 സൈൻ ഒമേഗ ടി ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട് 25 ഓം എന്നൊരു റെസിസ്റ്റൻസും കണക്ട് ചെയ്തിട്ടുണ്ട് ആ സർക്യൂട്ടിനകത്ത്. അപ്പോൾ എന്താണ് ഇവിടുത്തെ അല്ലേ, എത്രയാണ് പവർ അല്ലേ? ആ സർക്യൂട്ടിലെ വോൾട്ടേജ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? പവറാണ്. അപ്പോൾ നമുക്ക് വി ഓഫ് ടി അറിയാം, എത്രയാണ്? 150 സൈൻ ഒമേഗ ടി ആണ് മാക്സിമം വോൾട്ടേജ്. അതായത് വി ഓഫ് ടി ഈക്വൽ ടു എന്താണ്? വി എം സൈൻ ഒമേഗ ടി ആണെന്ന് അറിയാലോ. അപ്പോൾ അവിടുത്തെ വി എം എന്ന് പറയുന്നത് എത്രയാണ്? വി എം ഈക്വൽ ടു 150 ആണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ വി എമ്മും ഉണ്ട്, അതുപോലെ റെസിസ്റ്റൻസ് വാല്യൂവും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വി ആർ എം എസ് കണ്ടുപിടിച്ചൂലേ. അപ്പോൾ വി ആർ എം എസ് ഈക്വൽ ടു എന്താണ്? വി ആർ എം എസ് ഈക്വൽ ടു 150 ഡിവൈഡഡ് ബൈ √2 ചെയ്താൽ മതി അല്ലേ. അതായത് വി എം ഡിവൈഡഡ് ബൈ √2 ആണ് നമ്മളുടെ ആർ എം എസ് വാല്യൂ, വി ആർ എം എസ് വാല്യൂ. ഇനി നമുക്ക് എന്ത് വേണം? പവർ വേണം. പവറിൻ്റെ ഇക്വേഷൻ എന്താണ്? വി ആർ എം എസ് സ്ക്വയർ ഡിവൈഡ് ബൈ ആർ ആണ്. സോ നമുക്ക് വി ആർ എം എസ് എന്ന് പറയുന്നത് എത്രയാണ്? 150 ഡിവൈഡഡ് ബൈ √2 ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഡിവൈഡഡ് ബൈ എത്രയാണ്? 25 എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര ആൻസർ കിട്ടും? 450 വാട്ട് എന്ന് കിട്ടും. ഏതാണ് കറക്റ്റ് ആൻസർ? ആൻസർ വന്നിട്ട് 450 വാട്ട് എന്ന് നമുക്ക് ആൻസർ കിട്ടും. അതാണ് കേട്ടോ കറക്റ്റ് ആൻസർ. മനസ്സിലായി? അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ ഒരു സർക്യൂട്ട് ഡയഗ്രാം തന്നിട്ടുണ്ട്, അതിനകത്ത് എന്താണ് മാക്സിമം, അതായത് വി ഓഫ് ടി തന്നിട്ടുണ്ട്, വി എം സൈൻ ഒമേഗ ടി അതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ആർ എം എസ് വാല്യൂ കണ്ടുപിടിച്ചു അല്ലേ. ആർ എം എസ് വാല്യൂ എന്ന് പറയുമ്പോൾ വി എം ബൈ √2. അപ്പോൾ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ മാക്സിമം നമുക്ക് നമ്മുടെ ആർ എം എസ് വാല്യൂ കിട്ടി. അതിന് പവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? വി ആർ എം എസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ √2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്തു? ആൻസർ കിട്ടി. എത്രയാണ്? 450 വോട്ട് എന്ന് കിട്ടി കേട്ടോ. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്, ചെയ്ത് നോക്കാം. Next, question number 2. What will be the time period of a system with a frequency of 60 Hz? ടൈം പീരീഡ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അതിനകത്ത് എന്ത് തന്നിട്ടുണ്ട്? ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ എത്രയാണ്? 60 Hz എന്ന ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. അപ്പോൾ ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ എന്താണ്? ടൈം പീരീഡ് ഓഫ് എ സൈൻ വേവ് എന്ന് പറഞ്ഞാൽ ടി ഈക്വൽ ടു പഠിച്ചിട്ടില്ലേ? എത്രയാണ്? 1/f ആണ് അല്ലേ. 1/f ടി ഈക്വൽ ടു 1/f ഫ്രീക്വൻസി ആണ്. സോ ഫ്രീക്വൻസി ഇവിടെ എന്താണ്? ക്വസ്റ്റ്യനിലെ 60 Hz എന്ന് തന്നിട്ടുണ്ട്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ടി ഈക്വൽ ടു 1/16 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 70 ms കിട്ടും. അപ്പോൾ ടൈം പീരീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 17 ms. ഓപ്ഷൻ എ ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. വളരെ സിമ്പിൾ ആണ് അല്ലേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ക്വസ്റ്റ്യൻ നമ്പർ 3. വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് ഇൻഡക്റ്റൻസ്? ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് ഇൻഡക്റ്റൻസ് കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് എ കപ്പാസിറ്റൻസ് ഓഫ് 4 farad ഇൻ എ പാരലൽ RLC സർക്യൂട്ട് ഹാവിംഗ് എ ക്വാളിറ്റി ഫാക്ടർ 2 when the resonant frequency is 6 radian/second. എന്താണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? എല്ലിൻ്റെ വാല്യൂ, ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നിട്ടുള്ള പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്? കപ്പാസിറ്റൻസ് വാല്യൂ തന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ള? പാരലൽ ആയിട്ടാണ് അല്ലേ. 4 farad എന്ന് തന്നിട്ടുണ്ട്. പാരലൽ RLC സർക്യൂട്ടാണ്. സോ ഇതിനകത്ത് എന്തുണ്ട്? ക്വാളിറ്റി ഫാക്ടറാണ് തന്നിട്ടുള്ളത്. എത്രയാണ്? 2 എന്ന് പറയുന്നത്. ദെൻ റെസൊണൻറ്റ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 6 radian/second. ഇത്രയും പാരാമീറ്റേഴ്സ് നമ്മുടെ ക്വസ്റ്റ്യനിൽ അവൈലബിൾ ആണ് അല്ലേ. അപ്പോൾ ക്വാളിറ്റി ഫാക്ടർ എങ്ങനെയാണ് കണ്ടുപിടിക്കാം? 2π ഇൻറ്റു മാക്സിമം എനർജി സ്റ്റോർഡ് ബൈ ടോട്ടൽ എനർജി ലോഡ് പെർ പീരീഡ് ആണ്. അപ്പോൾ ഒരു സീരീസ് RLC സർക്യൂട്ടിനകത്ത് ക്വാളിറ്റി ഫാക്ടർ പറഞ്ഞാൽ XC/R ആണ് അല്ലേ. പാരലൽ RLC എന്ന് പറയുമ്പോൾ എന്താണ്? R/XC ആണ്. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ഫോർമുലയാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ക്വാളിറ്റി ഫാക്ടറിൻ്റെ വാല്യൂ എന്നാണ് 2 തന്നിട്ടുണ്ട്. റെസൊണൻറ്റ് ഫ്രീക്വൻസി ഒമേഗ എന്ന് പറയുന്നത് 6 radian/second ആണ്. കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ 4 farad ആണ്. സോ ഒരു പാരലൽ റെസൊണൻസിൻ്റെ ക്വാളിറ്റി ഫാക്ടർ 2 ഈക്വൽ ടു എന്താണ്? R/ωL അല്ലെങ്കിൽ എന്താണ്? ωRC ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ. ഇവിടെ നമുക്ക് ഒമേഗയുടെ വാല്യൂ ഉണ്ട്, ആറിൻ്റെ വാല്യൂ ഉണ്ട്, സിൻ്റെ വാല്യൂ ഉണ്ട് അല്ലേ. അപ്പോൾ ക്വാളിറ്റി ഫാക്ടർ 2 ഈക്വൽ ടു 6 ഇൻറ്റു R ഇൻറ്റു 4. അപ്പോൾ R എന്ന് പറയുന്നത് എത്രയാണ്? 1/12 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ കിട്ടും. ആറിൻ്റെ വാല്യൂ കിട്ടിയില്ലേ. അപ്പോൾ Q ഈക്വൽ ടു എന്താണ്? R/ωL. സോ 2 ഈക്വൽ ടു 1/12 ഇൻറ്റു 6
ഇൻറ്റു എൽ ചെയ്യാം. സോ എല്ലിൻ്റെ വാല്യൂ എത്രയാണ് കിട്ടുന്നത്? 6.94 മില്ലി ഹെൻറി എന്ന് കിട്ടും ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ. അപ്പോൾ ഏതാണ് കിട്ടുന്നത്? റൗണ്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 6.94നെ അല്ലേ 6.94നെ നമുക്ക് എന്ത് ചെയ്യാം? 7 ആണെന്ന് പറഞ്ഞിട്ട് എഴുതാം. 7 ഹെൻറി ആണെന്ന് എഴുതാം അല്ലേ. അപ്പോൾ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ഈ ഒരു ഫോർമുലാസ്, അതായത് സീരീസ് ആകുമ്പോഴും പാരലൽ ആകുമ്പോൾ വരുന്ന ക്വാളിറ്റി ഫാക്ടർ, സീരീസ് ആർ എൽ സിയിലെ ക്വാളിറ്റി ഫാക്ടറിൻ്റെ ഫോർമുല നോക്കി വയ്ക്കുക, പാരലൽ ആർ എൽ സിയുടെ ക്വാളിറ്റി ഫാക്ടറിൻ്റെ ഫോർമുല നോക്കി വയ്ക്കുക. കാരണം അതുണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വാല്യൂസ് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അല്ലേ. Next question number 4. What is the value of quality factor of a series RLC circuit having capacitance of 0.01 microfarad, inductance of 1 millihenry and resistance of 75 ohm? ഇതിൽ എന്താണ്? പാരലൽ അല്ല, ഇതെന്താണ്? നമ്മുടെ സീരീസ് ആർ എൽ സി സർക്യൂട്ട് ആണ് അല്ലേ. അതിനകത്ത് കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ ഉണ്ട്. കപ്പാസിറ്റൻസ് പറയുമ്പോൾ 0.01 ആണ്. ഇൻഡക്റ്റൻസ് എന്ന് പറയുമ്പോൾ 1 ആണ്. റെസിസ്റ്റൻസിൻ്റെ വാല്യൂവും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്വാളിറ്റി ഫാക്ടറിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. സീരീസ് ആർ എൽ സി സർക്യൂട്ടിൻ്റെ ക്വാളിറ്റി ഫാക്ടർ പറഞ്ഞാൽ എന്താണ്? 1/R × √L/C ആണ് അല്ലേ. അപ്പോൾ 1/R എന്ന് പറഞ്ഞാൽ 1/75. √Lൻ്റെ വാല്യൂ 1 × 10⁻³ ഡിവൈഡഡ് ബൈ 0.01 × 10⁻³ എന്ന് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വാല്യൂസും നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെയുണ്ട്. നമുക്ക് എന്താണ്? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ വേണ്ടുള്ളൂ അല്ലേ. 0.113 എന്ന് കിട്ടും ആൻസർ. ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 0.133 എന്നുള്ള ആൻസർ കിട്ടും. അപ്പോൾ ആ ഒരു റെസൊണൻസിൻ്റെ അല്ലെങ്കിൽ ക്വാളിറ്റി ഫാക്ടറിൻ്റെ അല്ലേ. ഇപ്പോൾ നമ്മൾ സീരീസ് ആർ എൽ സി സർക്യൂട്ടിലെ ക്വാളിറ്റി ഫാക്ടറിൻ്റെ ഫോർമുല നോക്കി വയ്ക്കുക. Question number 5. Which of the following is correct about series RLC circuit? താഴെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ ഏതാണ് കറക്റ്റ് സീരീസ് ആർ എൽ സി സർക്യൂട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്? ഓപ്ഷൻ എ, ഇറ്റ്സ് ബാൻഡ്വിഡ്ത്ത് ഡിക്രീസസ് വിത്ത് ഡിക്രീസസ് ഇൻ ഇൻഡക്റ്റൻസ്. ഓപ്ഷൻ ബി, ഇറ്റ്സ് ബാൻഡ്വിഡ്ത്ത് ഡിക്രീസസ് വിത്ത് ഡിക്രീസസ് ഇൻ റെസിസ്റ്റൻസ്. ഓപ്ഷൻ സി, ഇറ്റ്സ് ബാൻഡ്വിഡ്ത്ത് ഡിക്രീസസ് വിത്ത് ഇൻക്രീസസ് ഇൻ റെസിസ്റ്റൻസ്. ഓപ്ഷൻ ഡി, ഇറ്റ്സ് ബാൻഡ്വിഡ്ത്ത് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ബോത്ത് ഇൻഡക്റ്റൻസ് ആൻഡ് റെസിസ്റ്റൻസ്. ഏതായിരിക്കും തന്നിട്ടുള്ളതിൽ? ഏത് സീരീസ് ആർ എൽ സി സർക്യൂട്ടിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ്. ഏതായിരിക്കും? സീരീസ് ആർ എൽ സി സർക്യൂട്ടിലെ ബാൻഡ്വിഡ്ത്ത് എങ്ങനെയാണ്? FR/Q അല്ലെങ്കിൽ എന്താണ്? R/2πL ആണ് ഫോർമുല അല്ലേ ബാൻഡ്വിഡ്ത്തിൻ്റെ. അപ്പോൾ ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത് എന്താണ്? ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു എന്തിന്? റെസിസ്റ്റൻസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു, ഓർത്ത് വെക്കണം കേട്ടോ. അപ്പോൾ ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത് എന്താണ്? ബാൻഡ്വിഡ്ത്ത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു റെസിസ്റ്റൻസ് ആണ്. നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ്. അതുപോലെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു എന്തിനാണ് ഇൻവേഴ്സ്ലി ആകുന്നത്? ബാൻഡ്വിഡ്ത്ത് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു എന്തിനാണ്? ഇൻഡക്റ്റൻസ് ആണ്. നോട്ട് ചെയ്യേണ്ട പോയിന്റുകളാണ് കേട്ടോ. അപ്പോൾ ബാൻഡ്വിഡ്ത്ത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു റെസിസ്റ്റൻസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു ഇൻഡക്റ്റൻസ് ആണ്. ബാൻഡ്വിഡ്ത്ത് ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഡിക്രീസസ് ഇൻ റെസിസ്റ്റൻസ്. എന്ത് ചെയ്യും? റെസിസ്റ്റൻസും ഡിക്രീസ് ചെയ്യും. പക്ഷേ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ്? വിത്ത് ഡിക്രീസസ് ഇൻ ഇൻഡക്റ്റൻസ്. നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അല്ലേ വരുന്നത്. അത് ഓർത്താൽ മതി കേട്ടോ. അപ്പോൾ എന്താണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ? ഏതാണ്? ബാൻഡ്വിഡ്ത്ത് ഡിക്രീസസ് വിത്ത് ഡിക്രീസസ് ദ റെസിസ്റ്റൻസ്. ബാൻഡ്വിഡ്ത്ത് ഡിക്രീസസ് വിത്ത് ഡിക്രീസസ് ദ റെസിസ്റ്റൻസ്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് question number 6. What is the root mean square value of voltage waveform in the given figure below? താഴെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്, കാണുന്നില്ലേ? ഒരു സൈൻ വേവ്, സൈൻ ഫുള്ളല്ല, സൈൻ വേവിൻ്റെ ഹാഫ് ആണ് അല്ലേ, പകുതി ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിനകത്ത് എന്താണ്? RMS വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. RMS വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ VRMS എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഫോർമുല? Vm/√2 ആണ് അല്ലേ. VRMS എന്ന് പറഞ്ഞാൽ എന്താണ്? Vm/√2 ആണ്. അപ്പോൾ ഈ ഒരു ഡയഗ്രാമിൽ മാക്സിമം Vm എന്ന് പറയുന്നത് എത്രയാണ്? 20 വോൾട്ട് ആണ് അല്ലേ. -20 വോൾട്ട് കാണുന്നില്ലേ? ഡയഗ്രാം കാണുന്നില്ലേ? ഇതാ ഇവിടെ നമുക്ക് തരുന്നത് ഏതാണ്? 20 ആണ് തന്നിട്ടുള്ളത് അല്ലേ. Vm എന്ന് പറയുന്നത് എത്രയാണ്? 20 ആണ്. 20 വോൾട്ട് ആണ് നമുക്ക് ഉള്ളത്. അപ്പോൾ നമുക്ക് Vm കിട്ടി. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? അപ്പോൾ എന്താണ് RMS വാല്യൂ എന്ന് പറയുന്നത്? 20/√2 അല്ലേ. 20/√2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? RMS വാല്യൂ കിട്ടും. നിയർലി എത്രയാണ്? 14.14 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഏതാണ്? 14.14 ആണ് നമുക്ക് കിട്ടുന്ന ഇൻ ദ RMS വാല്യൂ. ഓക്കെ, നെക്സ്റ്റ് question number 7. What is the peak to peak value of a sinusoidal voltage having average value of 100 volt? എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? പീക്ക് ടു പീക്ക് വാല്യൂ
അല്ലേ? പീക്ക് ടു പീക്ക് വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്താണ് ആവറേജ്, വി ആവറേജ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? വി ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2Vm/π ആണ്. വി ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2Vm/π ആണ്. സോ നമുക്ക് അതിൽ നിന്ന് എന്താണ് പീക്ക് ടു പീക്ക് എന്ന് പറയുമ്പോൾ Vm രണ്ട് അല്ലേ? 2Vm ആണ്. അപ്പോൾ 2Vm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പീക്ക് ടു പീക്ക് എന്ന് പറയുമ്പോൾ വി ആവറേജ് ഇൻറ്റു എന്താണ് വരിക? പൈ ആണ് വരുന്നത് അല്ലേ? അപ്പോൾ എന്താ കിട്ടുന്നത്? വി ആവറേജ് എന്ന് പറയുമ്പോൾ വി ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യനിൽ നോക്കിയാൽ 100 വോൾട്ട് ആണ്. അപ്പോൾ 100 ഇൻറ്റു എന്ത് വരും? 3.14 ചെയ്താൽ മതി. പൈൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 313.97 വോൾട്ട് എന്ന് കിട്ടും. ഓക്കെ, എത്രയാണ്? 313.97. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, next question number 8. Which of the following represented the quality factor of a series RLC circuit? അതായത് എക്സ്പ്രഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. നോക്കിയേ, ഓപ്ഷൻ എ എന്താണ്? 1/R × √L/C. നമുക്ക് അറിയാം അല്ലേ? അപ്പോൾ അത് തന്നെയാണ് കറക്റ്റ് ആൻസർ അറിയാം. സെക്കൻഡ് വൺ നോക്കിയേ, 1/R × √C/L അല്ല. R² × L/C ആണോ? അല്ല. R² × C/L ആണോ? അല്ല. അപ്പോൾ ഏതാണ് ആൻസർ വരുന്നത്? 1/R × √L/C. ഇപ്പോൾ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടു വന്നില്ലേ? അപ്പോൾ അതിൽ തന്നെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഒരു സീരീസ് RLC സർക്യൂട്ടിൻ്റെ ക്വാളിറ്റി ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1/R × √L/C ആണ്. നോട്ട് ചെയ്ത് വെക്കുക. അതായത് വോൾട്ടേജ് അക്രോസ് L or C by applied വോൾട്ടേജ്, അതിനാണ് അത് വരുന്നത്. ക്വാളിറ്റി ഫാക്ടർ ഈക്വൽ ടു ω/L/R. അപ്പോൾ അതിൻ്റെ എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്, നോക്കുക. അതേപോലെ തന്നെ ഒരു പാരലൽ സർക്യൂട്ട് ആണെങ്കിലോ, പാരലൽ സർക്യൂട്ട് ആണെങ്കിൽ R × √C/L ആണ് കേട്ടോ. R × √C/L ആണ്. നോട്ട് ചെയ്യേണ്ടതാണ്. സീരീസ് RLC സർക്യൂട്ട് ആണെങ്കിൽ 1/R × √L/C ആണ്. പാരലൽ RLC സർക്യൂട്ട് ആണെങ്കിൽ R × √C/L ആണ്. Then next question number 9. Calculate the value of a quality factor of a series RLC circuit having resistance, inductance and capacitance of 30 ohm, 27 and 0.03 microfarad representatively. അപ്പോൾ എങ്ങനെയാണ് ക്വാളിറ്റി ഫാക്ടർ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? എന്തിൻ്റെ? സീരീസ് RLCൻ്റെ ആണ് വീണ്ടും തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് വാല്യൂ ഉണ്ട്, ഇൻഡക്റ്റൻസ് വാല്യൂ ഉണ്ട്, കപ്പാസിറ്റൻസ് വാല്യൂ ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? എന്താ ഫോർമുല നമുക്കറിയാം. ക്വാളിറ്റി ഫാക്ടർ Q ഈക്വൽ ടു എന്നാണ്? 1/R × √L/C ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. എന്താ കിട്ടുന്നത്? 1/13 × √27 × 10⁻³ ഡിവൈഡഡ് ബൈ 0.03 × 10⁻³ ചെയ്താൽ മതി. അപ്പോൾ എന്താ കിട്ടുക? 1 എന്ന് കിട്ടും. അപ്പോൾ ക്വാളിറ്റി ഫാക്ടർ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. 1 എന്ന് കിട്ടും അല്ലേ? നോക്കുക, ജസ്റ്റ് ആ നമുക്കറിയാം ക്വാളിറ്റി ഫാക്ടർ എന്താണെന്ന്. ആ ഒരു ഇക്വേഷനിലേക്ക് ഇതിൽ ഒന്നും നമുക്ക് കണ്ടുപിടിക്കാനില്ല. എല്ലാ പാരാമീറ്റേഴ്സും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. അതായത് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ, ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ, കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ എല്ലാം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് എന്താണ് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി അല്ലേ? നെക്സ്റ്റ് question number 10. For C equal to 101.5 nanofarad. കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഡിറ്റർമൈൻ ഇൻഡക്റ്റൻസ് ഫോർ ദ സീരീസ് റെസൊണൻസ് സർക്യൂട്ട് ഇഫ് ദ റെസൊണൻസ് ഫ്രീക്വൻസി ഈസ് 2800 ഹെർട്സ്. എന്താണ് തന്നിട്ടുള്ളത്? കപ്പാസിറ്റൻസ് വാല്യൂ തന്നിട്ടുണ്ട്, സി തന്നിട്ടുണ്ട് അല്ലേ? നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള? ഇൻഡക്റ്റൻസ്, എല്ലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. എന്തിൻ്റെ? സീരീസ് റെസൊണൻസ് സർക്യൂട്ട്. നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്താണ് അവിടെ? സീരീസ് റെസൊണൻസ് സർക്യൂട്ടിൻ്റെയാണ്. അവിടെ റെസൊണൻസ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്? 2800 ഹെർട്സ് എന്നുകൂടി നമുക്ക് ക്വസ്റ്റ്യനിൽ അവൈലബിൾ ആണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള പാരാമീറ്റേഴ്സ് എടുക്കുകയല്ലേ ആദ്യം. അപ്പോൾ R ഈക്വൽ ടു റെസിസ്റ്റൻസ് വാല്യൂ എത്രയാണ്? 50 ഓം എന്നുണ്ട്. ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് 0.4 ഹെൻറി. സി കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് 101.5. അപ്പോൾ നമുക്ക് എന്താണ്? റെസൊണൻസ് ഫ്രീക്വൻസി FC എന്ന് പറയുന്നത് എന്താ? 1/2π √LC ആണ് അല്ലേ? അപ്പോൾ ഇതിനകത്ത് നമുക്ക് നമ്മുടെ കയ്യിൽ L അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? നമ്മുടെ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ ഉണ്ട് അല്ലേ? ഇവിടെ റെസിസ്റ്റൻസ് ഇല്ല കേട്ടോ. ഇത് റോങ് ആണ്. റെസിസ്റ്റൻസ് ഇല്ല. ക്വസ്റ്റ്യനിൽ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ റെസിസ്റ്റൻസ് റോങ് ആണ്. അപ്പോൾ ഇൻഡക്റ്റൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലിൻ്റെ വാല്യൂ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് ഇൻഡക്റ്റൻസും ഇല്ല. ഇൻഡക്റ്റൻസ് അല്ലേ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, അതല്ലേ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ അത് രണ്ടും റോങ് ആണ് കേട്ടോ. അതായത് റെസിസ്റ്റൻസ് വാല്യൂ, ഇൻഡക്റ്റൻസ് വാല്യൂ ഒന്നുമില്ല, കപ്പാസിറ്റൻസ് വാല്യൂ മാത്രമേ ഉള്ളൂ. നമുക്ക് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക, റെസൊണൻസ് ഫ്രീക്വൻസി അല്ലേ? അപ്പോൾ എന്താണ്? FC ഈക്വൽ ടു 1/2π √LC
LC ആണ് ഫോർമുല. അപ്പോൾ FC ക്വസ്റ്റ്യനിലുണ്ട്, അതായത് റെസൊണൻറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 2800 ആണ്, ഈക്വൽ ടു 1/2π √L × 101.5 × 10⁻⁹. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ 31.83. അപ്പോൾ ഈ ഒരു കാര്യം, അതായത് ഇവിടെ നമ്മുടെ കയ്യിൽ ആറും എല്ലൊന്നും ഇല്ല, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? L വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിൽ കപ്പാസിറ്റൻസ് വാല്യൂ ഉണ്ട്, അത് എടുക്കുക, നമ്മുടെ റെസൊണൻറ്റ് ഫ്രീക്വൻസിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? L കിട്ടും. Lൻ്റെ ആൻസർ എത്രയാണ്? 31.83 മില്ലി ഹെൻറി ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. AC ഫണ്ടമെൻ്റൽ റിലേറ്റഡ് ആയിട്ട് ഇനി ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാനുണ്ട് അല്ലേ. അതായത് സീരീസ് ആർ സർക്യൂട്ടിൽ, പാരലൽ ആർ സർക്യൂട്ടിൽ എങ്ങനെയാണ്, ഡെൽറ്റ കണക്ഷൻ എങ്ങനെയാണ്, സ്റ്റാർ കണക്ഷൻ എങ്ങനെയാണ്, അതിൽ വരുന്ന ഒരുപാട് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. എല്ലാം പ്രോബ്ലമാറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നന്നായി വർക്കൗട്ട് ചെയ്ത് പോവുക, നന്നായി പഠിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.